ഈ വൈറ്റമിൻ ബി 12 പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ? ഈ ഒരു വിറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ലക്ഷണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. പക്ഷെ ചില ആളുകളുണ്ട് വിറ്റമിൻ ബി 12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. എന്നാലും അവരുടെ ശരീരത്തിൽ ബി 12 കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നതിനേക്കാൾ കൂടുതലായിട്ട് അതെങ്ങനെയാണ് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് ശരീരത്തിൽ ബി 12 കുറവാണെന്നൊക്കെ അറിയാം. പക്ഷെ ഒരു പ്രത്യേകിച്ച് നമ്മളൊന്നും ശ്രദ്ധിക്കാതെ, പ്രത്യേകിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് നമ്മുടെ ഞരമ്പുകളെ ബാധിക്കാനും നെർവ് ഡാമേജ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്കും എത്തിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് നമ്മുടെ വൈറ്റമിൻ ബി 12 കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെമഡി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ബി 12 എന്ത് റോളാണ് നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബി 12 നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് കയറാം. ഈ വൈറ്റമിൻ ബി 12 നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിലുണ്ടല്ലോ ചെറിയ അളവിലൊക്കെ നമ്മുടെ ശരീരത്തിൽ മതി. പക്ഷെ ഇതിന്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷൻ, DNA സിന്തസിസ്, ഈവൻ നെർവസ് സിസ്റ്റത്തിന്റെ ശരിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഈ പറയുന്ന കാര്യത്തിനൊക്കെ നമ്മുടെ വൈറ്റമിൻ ബി 12 നല്ലൊരു റോള് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എനർജി കുറയുക മാത്രമല്ല ഉണ്ടാകാറ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കൈകാലുകളൊക്കെ നന്നായിട്ട് കൂച്ചി പിടിക്കുന്നത് പോലെ, കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് തരിപ്പ് ഫീൽ ആകുക, ഈവൻ ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളും, ബാലൻസ് നഷ്ടപ്പെടുക, ഇത്തരത്തിൽ പറയുന്ന പല ലക്ഷണങ്ങളും നമുക്ക് കണ്ടുവന്ന് വരാം. അതുകൊണ്ട് സാധാരണ ഒന്ന് കുറഞ്ഞു വരുന്നത് പോലെ, അതായത് സാധാരണ ഒരു വൈറ്റമിൻ കുറഞ്ഞതുപോലെ ഈ ഒരു വൈറ്റമിൻ നമ്മൾ കണക്കാക്കുക. ഇനി പലർക്കും ഉള്ളൊരു സംശയം ഉണ്ടാകാം, നമ്മൾ ബി 12 ഭക്ഷണം നല്ലപോലെ കഴിക്കാറുണ്ട്, ഈവൻ ചില ആളുകൾ ചില മെഡിസിൻസും എടുക്കാറുണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ ആണെങ്കിലും ഈവൻ ക്യാപ്സൂൾ രൂപത്തിലും പല മെഡിസിൻസും എടുക്കാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും കുറച്ച് നാളത്തേക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ബി 12 നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാം. ഇതിന്റെ മെയിൻ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് തന്നെ കഴിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരം അത് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിങ്, ഇത്തരത്തിൽ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ ന്യൂട്രിയൻസ് കഴിച്ചാലും, ഈവൻ വൈറ്റമിൻ ബി 12 ആണെങ്കിലും വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം, എന്ത് തന്നെ കാര്യങ്ങളാണെങ്കിലും ശരിയായിട്ട് ദഹിക്കില്ല. ഇത് ദഹിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് എങ്ങനെയാ കിട്ടുക? അപ്പൊ ഒന്നാമത്തെ കാര്യമാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മാംസാഹാരങ്ങൾ അധികം കഴിക്കാത്തവരൊക്കെയാണ്, നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ അവരിലും ഈ ഒരു ഡെഫിഷ്യൻസി പൊതുവായിട്ട് കണ്ടുവന്ന് വരാം. മൂന്നാമത്തെ ഒരു കാര്യമാണ് ചില പ്രത്യേകതരം മെഡിസിൻസ്, നിങ്ങൾ കാലങ്ങളായിട്ട് എന്തെങ്കിലും പല മെഡിസിൻസ് കുറെ നാളുകളായിട്ട് എടുത്തു വരികയാണെങ്കിൽ ആ മെഡിസിൻസിന്റെ ആക്ടീവ് ഇഫക്റ്റ് കൊണ്ടും ഈ ഒരു ബി 12 ശരീരത്തിൽ കുറഞ്ഞു എന്ന് വരാം. അപ്പൊ ഇത്രയും പറയുന്ന കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ബി 12 ഡെഫിഷ്യൻസി പൊതുവായിട്ട് നമുക്ക് കണ്ടുവരുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ, ആ ഒരു റെമഡി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഒരു ഗ്ലാസ് നമ്മൾ പശുവിന്റെ പാൽ എടുക്കുക. പശുവിന്റെ പാലിൽ നമ്മൾ ന്യൂട്രിയൻസ് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ബി 12 ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഒരു ദിവസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 40% വൈറ്റമിൻ ബി 12 നമുക്ക് ഒരു ഗ്ലാസ് പശുവിന്റെ പാലിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമാണ് ബദാം. 4-5 ബദാം എടുക്കുക. ബദാമിന്റെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ അത് വൈറ്റമിൻ ബി 12 അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അല്ല, പക്ഷെ ഇതിൽ വൈറ്റമിൻ ഇ, മെഗ്നീഷ്യം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ രാത്രി ഒരു 4-5 ബദാം കുതിർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് ഇത് കുതിർത്ത് വെക്കുക. മൂന്നാമതായിട്ട് അവസാനത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈന്തപ്പഴം, ഡേറ്റ്സ്. 2 ഡേറ്റ്സ് എടുത്താൽ മതി. ഈന്തപ്പഴത്തിന്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിൽ വൈറ്റമിൻ ബി 6ഉം കാർബോഹൈഡ്രേറ്റും പൊട്ടാഷ്യം, ഇത്രയും ഒരു കോമ്പിനേഷൻ ആണ് ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ ആവുന്ന സമയത്തുണ്ടല്ലോ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ബദാമിന്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാൽ, ഒരു മിക്സിയുടെ ജാറിൽ ആദ്യം നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുക. ശേഷം ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമിന്റെ തൊലി കളഞ്ഞിട്ട് അതിലിടുക. ഈ കുരു കളഞ്ഞിട്ടുള്ള 2 ഈന്തപ്പഴവും അതിലിടുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു സ്മൂതി രൂപത്തിൽ നമുക്ക് കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂറിന് ശേഷം ഇത് കഴിക്കാവുന്ന കൂടിയാണ്. ഒരു 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു റെമഡി എടുക്കുന്ന സമയത്ത്. ഇപ്പൊ നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പാലിനോട് എന്തെങ്കിലും അലർജി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾ കുറച്ചൊന്ന് ഒഴിവാക്കുക. ഞാൻ എത്രയും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല.
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈന്തപ്പഴം, ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈന്തപ്പഴത്തിന്റെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കുറച്ചൊന്ന് മാറ്റിയിട്ട് കുറച്ച് കുറവെടുത്താലും മതി. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്ത് തന്നെ നിങ്ങൾ റെമഡി കഴിക്കുകയാണെങ്കിലും ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ദഹനത്തിനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സോൾവ് ആക്കിയതിനു ശേഷം മാത്രം ഈ ഒരു റെമഡിയിലേക്ക് നിങ്ങൾ പോവുക. ഇപ്പൊ നിങ്ങൾക്ക് അസിഡിറ്റി, ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റിൽ നന്നായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതും കൂടിയാണ്. അതൊക്കെ ചെയ്ത് ദഹനം പ്രോപ്പർ ആക്കിയതിന് ശേഷം മാത്രം ഈ റെമഡിയിലേക്ക് നിങ്ങൾ കടക്കുക. പിന്നെ ഇത് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ചിക്കൻ, അതുപോലെ തന്നെ മുട്ട, ചിക്കന്റെ ലിവർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ചിക്കന്റെ ലിവർ ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ പനീർ, പാല്, തൈര്, ഇതും നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. എഗെയിൻ നിങ്ങളുടെ ദഹനം നോക്കിയിട്ട് മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. നമ്മൾ എത്ര തന്നെ റെമഡി കഴിച്ചു എന്ന് പറഞ്ഞാലും അതിന്റെ കൂടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലും കൂടി ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇനി ഇപ്പൊ നിങ്ങളുടെ B12 വളരെയധികം ലോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്തെങ്കിലും കാര്യങ്ങൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ എടുക്കണം. കൂടുതലായിട്ട് കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതല്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെമഡിയിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന കൂടിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.